ഇന്നത്തെ മോഡേൺ ലൈഫ് സ്റ്റൈല് ആൻഡ് നമ്മുടെ ഭക്ഷണ രീതി ഇത് രണ്ടും കുറേയധികം ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ലേഡീസിന്റെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഇറഗുലാരിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നു. മെനസ്ട്രൽ പ്രോബ്ലംസ് കുറേ വരുന്നുണ്ട്, പീരിയഡ്സ് റെഗുലർ അല്ലാണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം അടുപ്പിച്ചടുപ്പിച്ച് വരിക, അല്ലെങ്കിൽ വരാണ്ടിരിക്കുക, ബ്ലീഡിങ് അധികമാകുക, അങ്ങനെ പല ഇഷ്യൂസും നമ്മൾ കാണാറുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ന് ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്ത്, ഭക്ഷണത്തിനെ ബേസ് ചെയ്തിട്ട് മറ്റേ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് സെഡൻട്രി ലൈഫ് സ്റ്റൈൽ. സെഡൻട്രി എന്ന് പറയുന്നത് ശരീരം അനങ്ങാണ്ട് ഇരിക്കുന്ന ജോലികൾ, അങ്ങനെയുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ കൂടെ പോയിട്ട് ഇന്ന് ഒരുവിധം എല്ലാ കുട്ടികളിലും കാണുന്ന ഒരു ഇഷ്യൂ ആണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് പറയുന്നത്. PCOS എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഈ രണ്ട് അവസ്ഥയാണ് നമ്മൾ ഇന്ന് കുട്ടികളിൽ കാണുന്നത്. രണ്ടിന്റെയും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇറഗുലർ പീരിയഡ്സ്, അതായത് ഡിലേഡ് പീരിയഡ്സ്, മിസ്ഡ് പീരിയഡ്സ്, അല്ലെങ്കിൽ വെരി ലൈറ്റ് ഓർ ഹെവി ബ്ലീഡിംഗ്. വെയിറ്റ് ഇഷ്യൂസ് ഉണ്ടാവുക, പെട്ടെന്ന് വെയിറ്റ് വയ്ക്കുക, വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ട് വരിക, സ്കിന്നിൽ മാറ്റങ്ങൾ വരിക, കഴുത്തിൻ്റെ ചുറ്റും വളരെ കറുപ്പ് വരിക, അണ്ടർ ആംസിൽ ഭയങ്കര കറുപ്പ് വരിക. പക്ഷെ PCOD ഉള്ള ആൾക്കാരിൽ നമുക്ക് പ്രഗ്നന്റ് ആവാനായിട്ട് ബുദ്ധിമുട്ട് വലിയ കുഴപ്പമില്ലാണ്ട് കാണാറുണ്ട്. പക്ഷെ കുറച്ച് സിവിയർ ആയിട്ടുള്ളത് PCOS എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. PCOS എന്ന് പറഞ്ഞ കണ്ടീഷനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ നല്ല സിസ്റ്റ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ PCOSൽ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ മെയിൽ ഹോർമോൺ കൂടുതലായിരിക്കും. മെയിൽ ഹോർമോൺ കൂടുതലായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒച്ചയിൽ വ്യത്യാസം വരിക, ഹെയർസ് കൂടുതൽ നമ്മുടെ പറഞ്ഞ പോലെ താടിയുടെ ഭാഗത്ത്, മീശ പോലെ, നെഞ്ചത്ത് കൂടുതൽ ഹെയർസ് കൂടുതൽ വരിക. അപ്പൊ ഈ ഒരു മെയിൽ ഹോർമോൺ കൂടുന്നതിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ശാരീരികമായിട്ടും അവരുടെ ലുക്കിലും ഫിസിക്കലും ഒക്കെ ഒരു വ്യത്യാസം വരാം. ഒരു ആണിഷ് ലുക്ക് നമ്മൾ പറയില്ല, ആ ഒരു ഫീൽ കുട്ടികൾക്ക് വരിക. അത് തന്നെ അവരെ വല്ലാണ്ട് മാനസികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം അവർക്ക് അവരുടെ ലുക്കിനകത്ത് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇതൊരു പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് തുടങ്ങിയിട്ട് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോണ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് അത്ര കാര്യമായിട്ട് എടുക്കാണ്ട് വരും. അത് നോർമലി അതൊരു കൺസീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിലേക്ക് വരുമ്പോൾ, അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു ടൈമിനകത്ത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് ആ ഒരു അവസ്ഥ അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് പല പല അസുഖങ്ങളിലേക്ക് പോണ പോലെ ഈ ഒരു അവസ്ഥ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ അവർക്ക് പല രീതിയിലുള്ള ഇപ്പൊ തൈറോയിഡ് ഇഷ്യൂസിലേക്ക് വരാം, അവർ ഡയബറ്റിക് ആയിട്ട് മാറാം, പല പല പ്രശ്നങ്ങളിലേക്ക് ഇവരുടെ ബോഡി കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു വളരെ വളരെ എന്താ ലാഘവത്തോടുകൂടെ ഇന്ന് എല്ലാവർക്കും PCOD ഉണ്ട്, എല്ലാവർക്കും PCOS ആ ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് ഒരു സർവ്വസാധാരണയായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്കിത് പല കുട്ടികളെ കാണുമ്പോഴും അറിയാം അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ വല്ലാണ്ട് ഒബീസായിട്ട് വണ്ണം വെക്കുക, അവർക്ക് വരുന്ന ആ ഒരു മാറ്റങ്ങളൊക്കെ ഇന്ന് കുട്ടികളിൽ എല്ലാവരിലും ഒരേപോലെ കാണാൻ തുടങ്ങി. അപ്പൊ അതൊരു എല്ലാവരിലും കാണുന്നതുകൊണ്ട് അത് സർവ്വസാധാരണ എന്ന് വിചാരിക്കരുത്. അവരുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുന്ന ഈ ഒരു പ്രശ്നം അത് ഭയങ്കരമായിട്ട് ഭാവിയിൽ ദോഷം ചെയ്യുന്ന രീതിയിലേക്കും അത് എന്താ പറയുക മോശമായ പല അസുഖങ്ങളിലേക്കും പോകാനായിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ